മോഹൻലാലിനൊപ്പമുള്ള തൻ്റെ ആദ്യ ചിത്രം മുടങ്ങിയതോടെ രാശിയില്ലാത്തവർ എന്ന മുദ്രകുത്തി സിനിമാ മേഖല തന്നെ മാറ്റി നിർത്തിയെന്ന് ബോളിവുഡ് താരം വിദ്യാ ബാലൻ. ആദ്യ ചിത്രം ഉപേക്ഷിക്കപ്പെട്ടതിന് പിന്നാലെ തനിക്ക് 9ഓളം സിനിമ നഷ്ടമായെന്നും നടി പറയുന്നു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു വിദ്യാ ബാലൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഒരു പരസ്യചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനെത്തിയ സമയത്തിന് തന്നോട് മോഹൻലാൽ ചിത്രമായ ചക്രത്തിന് വേണ്ടി ഓഡിഷൻ ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്നാണ് വിദ്യാ ബാലൻ പറയുന്നത്. മോഹൻലാൽ ആയതുകൊണ്ട് മാത്രം അമ്മ ഓഡിഷനിൽ പങ്കെടുക്കാൻ അനുവദിച്ചുവെന്നും ചിത്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നും നടി പറഞ്ഞു. തുടർന്ന് 15 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ തിരികെ ബോംബെയിലേക്ക് അയച്ചുവെന്നും വിദ്യാ ബാലൻ കൂട്ടിച്ചേർത്തു. മോഹൻലാലിൻ്റെ ഡേറ്റ് സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടായെന്നും തൽക്കാലം ഷൂട്ടിംഗ് നിർത്തിവെച്ചുവെന്നും 1 മാസത്തിന് ശേഷം പുനരാരംഭിക്കും എന്നായിരുന്നു അവർ പറഞ്ഞത്. മോഹൻലാലും സംവിധായകനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല. സിനിമ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന കാര്യങ്ങൾ എനിക്ക് കരുതിയാണ് താൻ ബോംബെയിലേക്ക് മടങ്ങിയെന്നും വിദ്യാ ബാലൻ പറഞ്ഞു. ചക്രം സിനിമയ്ക്കായി തിരഞ്ഞെടുക്കുന്നതിന് പിന്നാലെ 9ഓളം ചിത്രങ്ങൾ തനിക്ക് വേഷം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ആ സിനിമ മുടങ്ങിയതോടെ 9 അവസരങ്ങൾ തനിക്ക് നഷ്ടമായി. മോഹൻലാലും ആ സംവിധായകനും ഒന്നിച്ച് ചെയ്തിട്ട് 8 സിനിമകൾ ഹിറ്റായിരുന്നു. ചക്രം 9ാമത്തെ സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചിത്രം മുടങ്ങാൻ കാരണം താനാകുമെന്ന് ആളുകൾ പറഞ്ഞു. താൻ രാശിയില്ലാത്തവളായിട്ടാണ് ആളുകൾ മുദ്രകുത്തിയെന്നും വിദ്യാ ബാലൻ കൂട്ടിച്ചേർത്തു. കമൽ സംവിധാനം ചെയ്തിരുന്ന ചക്രം സിനിമയിൽ മോഹൻലാലും വിദ്യാ ബാലനും പുറമെ ദിലീപും ഒരു പ്രധാന വേഷത്തിൽ നിശ്ചയിച്ചിരുന്നു. ഇവരെ വെച്ച് ഷൂട്ടിംഗ് ആരംഭിച്ചതിന് പിന്നാലെയാണ് ചിത്രം മുടങ്ങിയത്. പാതി വഴി മുടങ്ങിയ ചിത്രം പിന്നീട് ലോഹിതദാസ് ഏറ്റെടുത്തു. അങ്ങനെ 2003-ൽ പൃഥ്വിരാജിനെയും മീര ജാസ്മിനെയും നായിക നായകന്മാരാക്കി സിനിമ പുറത്തിറങ്ങി.